അമേരിക്കയിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പും യുദ്ധവും അമേരിക്കൻ പാർട്ടികളായ ബൈഡൻ്റെ ഡെമോക്രാറ്റുകൾക്കും ട്രംപിൻ്റെ റിപ്പബ്ലിക്കന്മാർക്കും ഒരുപോലെ പ്രധാനമാണ്. ഈ സമയത്ത് യുദ്ധം രൂക്ഷമായാൽ പൊടുന്നനെ ഒരു രാഷ്ട്രീയ സൈനിക തീരുമാനം കൈക്കൊള്ളുക അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ശ്രമകരമാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാണിച്ച് താൽക്കാലിക വെടിനിർത്തൽ ഇപ്പോൾ നടപ്പിലാക്കണം എന്നാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. ഖൈറോ സമാധാന ചർച്ച പൊളിഞ്ഞതിനു പിന്നാലെ അമേരിക്ക വീണ്ടും ചർച്ചകൾക്കായി മുന്നോട്ട് വരികയാണ്. നേരത്തെ ഇസ്രയേലിന് വേണ്ടിയായിരുന്നുവെങ്കിൽ ഇപ്പോൾ അമേരിക്കക്ക് തന്നെ വേണ്ടിയാണെന്ന് മാത്രം. പക്ഷേ ഇപ്പോൾ ഹമാസ് ചർച്ചയ്ക്ക് തയ്യാറല്ല. ഹമാസിൻ്റെ കയ്യിൽ വ്യക്തമായ കാരണങ്ങളുണ്ട്. ഇസ്മായിൽ ഹനിയ എന്ന സമാധാന ചർച്ചകൾക്കായി തങ്ങളുടെ ഭാഗം മുന്നോട്ട് വച്ചിരുന്ന തങ്ങളുടെ പ്രതിനിധിയെ കൊന്നിരിക്കുകയാണ് ഇസ്രയേൽ. അതുകൊണ്ട് തന്നെ ഇനി ഹമാസിന് ചർച്ചകളിൽ വിശ്വാസവുമില്ല. മാത്രവുമല്ല, ഹനിയക്ക് പകരം ചുമതലയേറ്റെടുത്ത യഹ്യ സിൻവാർ ഇസ്രയേലുമായി ചർച്ചയുടെ ഭാഷയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ അർത്ഥമില്ലെന്ന് വിശ്വസിക്കുന്ന വ്യക്തി കൂടിയാണ്. ഇതും കൂടാതെ ഒരു ഭാഗത്ത് അമേരിക്ക ചർച്ചകൾക്കായി മുന്നോട്ട് വരുമ്പോൾ ചർച്ചയ്ക്കിരിക്കേണ്ട ഹമാസ് നേതാക്കളെ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി അവരെ കൊടും കുറ്റവാളികളാക്കി പട്ടിക പ്രസിദ്ധീകരിക്കുകയും ചെയ്തത് അമേരിക്കയാണ്. അത് അങ്ങേയറ്റം പ്രതിഷേധവും ഒപ്പം അമേരിക്കയുടെ ആത്മാർത്ഥതയില്ലായ്മയുടെയും കാപ്പട്യത്തിൻ്റെയും തെളിവായും ഹമാസ് കാണുന്നു. ഈ അവസരത്തിൽ എങ്ങനെയാണ് അമേരിക്ക വീണ്ടും ചർച്ചകൾക്കായി മുന്നോട്ട് വരിക? ഇപ്പോൾ ചർച്ചകൾക്കായി ഹമാസിന് പകരം നെതന്യാഹുവിനെ നിർബന്ധിക്കേണ്ട അവസ്ഥയിലാണ് അമേരിക്ക. മാത്രവുമല്ല, ഒരു ഭാഗത്ത് സംഘർഷം കനക്കുമ്പോൾ സമ്മർദ്ദങ്ങൾ കുറക്കാൻ ആക്രമണത്തിൻ്റെ തോത് കുറക്കുകയാണ് സാധാരണഗതിയിൽ രാജ്യങ്ങൾ ചെയ്യുക. എന്നാൽ വെസ്റ്റ് ബാങ്ക് കൂടി ആക്രമിച്ച് മുന്നോട്ടു പോകുന്ന ഇസ്രയേൽ തങ്ങളൊന്നിനും ഒരുക്കമല്ലെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുമ്പോൾ ഹമാസ് മാത്രം സമാധാനം ആഗ്രഹിക്കണമെന്ന് പറയാൻ അമേരിക്കയ്ക്കും അവകാശമില്ല. മാത്രവുമല്ല, ഗാസയിൽ നിന്നും പൂർണ്ണമായും ഇസ്രയേൽ പിന്മാറുകയും വേണം. എന്നാൽ ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്നും തങ്ങൾ പിന്മാറില്ലെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇസ്രയേൽ ഇപ്പോഴും നിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഒരു ചർച്ചയ്ക്കും ഹമാസ് തയ്യാറല്ല. ഗസക്ക് മരണമാണ് ഇസ്രയേൽ നൽകുന്ന ശിക്ഷയെങ്കിൽ ഇസ്രയേലിന് ഉറക്കം നഷ്ടപ്പെടുത്തുന്നതാണ് ഗാസയുടെ ശിക്ഷ. അതിന് മരണത്തേക്കാൾ ഭീകരതയുണ്ടാകും. കാരണം ഒരു പോരാളിക്ക് മരണം ഒരു തവണയാണെങ്കിൽ ഭീരുക്കൾ നിരവധി തവണ മരിച്ചു ജീവിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. Waytonikah.com, the exclusive Muslim matrimonial site.